Morning students, we are going to discuss about the topic agarose gel electrophoresis. We will start the electrophoresis part by agarose gel electrophoresis. So what is agarose gel electrophoresis? Agarose gel electrophoresis is a method to separate DNA or RNA molecules based on their size. And this is achieved by moving negatively charged nucleic acid molecules to an agarose matrix in an electrical field. So it is known as electrophoresis. The shorter molecules will move faster and migrate faster than the longer ones. So what is agarose gel electrophoresis? Agarose gel electrophoresis is a method of separation of DNA and RNA molecules based on their size. So whenever a negatively charged nucleic acid molecules moves through the agarose matrix on the presence of an electric field, it is known as electrophoresis, and the shorter molecules will travel faster than the longer ones. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇലക്ട്രോഫോറസിസ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്യുന്നത് DNA-ൻ്റെയും RNA-ൻ്റെയും സെപ്പറേഷന് വേണ്ടിയിട്ടാണ്. അതായത് സൈസിൻ്റെ ബേസിസിൽ DNA-ൻ്റെയും RNA-ൻ്റെയും സെപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസും യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കറിയാം DNA RNAക്ക് എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഈ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡ് അഗ്രോസ് മെട്രിക്സിൻ്റെ ഉള്ളിൽ കൂടി അഗ്രോസ് ഒരു മെട്രിക്സ് ഉണ്ടാക്കും. അത് അഗ്രോസ് ജെല്ല്, ആ അഗ്രോസ് ജെല്ലിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിലാണ് മൂവ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോഫോറസിസിൻ്റെ കേസിൽ DNA അല്ലെങ്കിൽ RNA നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു അഗ്രോസ് ജെല്ലിലൂടെ മൂവ് ചെയ്യുന്നത് ഇലക്ട്രിക് കറൻറ്റിൻ്റെ പ്രസൻസിലാണ്. അതുകൊണ്ടാണ് അതിനെ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അഗ്രോസ് ജെല്ല് ഒരു അരിപ്പ പോലെ അല്ലെങ്കിൽ ഒരു സീവ് പോലെ ആക്ട് ചെയ്യും. നിങ്ങൾക്കറിയാം, ഒരു അരിപ്പയിൽ നമ്മുടെ ഒരു സാധനം അരിച്ചു കഴിഞ്ഞാൽ സ്മോളർ പാർട്ടിക്കിൾസൊക്കെ അരിപ്പേൻ്റെ ആ തുളകളുടെ ഉള്ളിൽ കൂടി പുറത്തേക്ക് വേഗം പോവും. പക്ഷേ ലാർജർ പാർട്ടിക്കിൾസ് എന്നാണ് അരിപ്പയുടെ മുകളിൽ തങ്ങി നിൽക്കും. അപ്പോൾ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്മോളർ പാർട്ടിക്കിൾസ് പെട്ടെന്ന് അഗ്രോസ് ജെല്ലിലൂടെ മൂവ് ചെയ്യും. അതായത് അഗ്രോസിൻ്റെ സീവിലൂടെ പെട്ടെന്ന് ഈ സ്മോളർ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. പക്ഷേ ലാർജർ പാർട്ടിക്കിൾസ് എന്താണ് ടൈം എടുത്തിട്ടാണ് മൂവ് ചെയ്യുക. So agarose gel electrophoresis is the easiest and most popular way of separating and analyzing DNA. Here DNA molecules are separated based on their charge by applying an electric field to the electrophoretic apparatus. The shorter molecules migrate more easily and move faster than the larger molecules through the pores of the gel, and this process is called sieving. The gel might be used to look at the DNA in order to quantify it or to isolate a particular band. The DNA can be visualized in the gel by addition of ethidium bromide. So agarose gel electrophoresis is the most widely and most popular method for separation of DNA, and in this method the separation is based on the size and charge of the molecule. So the agarose gel acts as a sieve through which the shorter molecules move faster than the larger molecules, and this process is known as sieving. And the DNA can be visualized by using ethidium bromide. So അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് DNA-ൻ്റെ സെപ്പറേഷനും വിഷ്വലൈസേഷനും അനലൈസേഷനും ഒക്കെ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ടെക്നിക്കാണ് അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഗ്രോസ് ജെല്ല് ഒരു സീവ് അല്ലെങ്കിൽ ഒരു അരിപ്പ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ അതിൽ കൂടെ സ്മോളർ മോളിക്യൂൾസ് പെട്ടെന്ന് മൂവ് ചെയ്യും, ലാർജർ മോളിക്യൂൾസ് ടൈം എടുത്തിട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് സീവിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിൽട്രേഷൻ പോലെ തന്നെ. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എത്തിഡിയം ബ്രോമൈഡാണ്. അത് ഈ ഫ്രാഗ്മെൻറ്റ്സിനെ DNA ഫ്രാഗ്മെൻറ്റ്സിനെ വിഷ്വലൈസ് ചെയ്യാൻ, സെപ്പറേറ്റ് ചെയ്ത DNA വിഷ്വലൈസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എത്തിഡിയം ബ്രോമൈഡാണ്. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലിൽ ചെയ്യാനുണ്ട് മോളിക്കുലർ ബയോളജിയിൽ. പിന്നെ അഗ്രോസ് ഇസ് എ പോളിസാക്കറൈഡ് ഒബ്റ്റൈൻഡ് ഫ്രം റെഡ് ആൽഗെ like Porphyra umbilicalis, and it is systemic name is 1436 anhydro Al galactopyroxenol beta D galactopyran.
No need of studying this name. And agarose make an inert matrix, and agarose gels are made between the concentration of 0.7% and 2% of agarose. A 0.7% gel will show good separation of large DNA fragments, and 2% gel will show good resolution for small fragments of the range 0.2 to 1 kb. So from where does agarose is obtained? Agarose is obtained from the red algae, and the agarose gels are made in the concentration ranging from 0.7% to 2%. The agarose gels are made in the concentration ranging from 0.7% to 2%. The 0.7% agarose gel is used for the separation of large DNA fragments, and 2% agarose is used for the separation of smaller DNA fragments with great resolution. അഗ്രോസ് നമുക്ക് കിട്ടുന്നത് റെഡ് ആൽഗയിൽ നിന്നാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ അഗ്രോസ് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻസിലാണ് നമ്മൾ അഗ്രോസ് ജെൽ ഉണ്ടാക്കുക. അപ്പോൾ നോർമലി അതിൻ്റെ റേഞ്ച് വരുന്നത് 0.7 to 2% കോൺസെൻട്രേഷനിലാണ് നമ്മൾ അഗ്രോസ് ജെൽ ഉണ്ടാക്കുക. ഇതിൽ 0.7% അഗ്രോസ് ജെൽ യൂസ് ചെയ്യുന്നത് ലാർജ് DNA മോളിക്യൂൾസിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ്. 2% അഗ്രോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മോളർ DNA പാർട്ടിക്കിൾസിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ്. ഇതാണ് സെപ്പറേഷൻ്റെ അഗ്രോസ് ജെല്ല് വഴി സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ. അപ്പോൾ ആദ്യം നമുക്കൊരു മിക്സ്ചർ ഓഫ് ചാർജ്ഡ് മോളിക്യൂൾസ് ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് സൈസിലുള്ള ചാർജ്ഡ് മോളിക്യൂൾസിൻ്റെ ഒരു മിക്സ്ചറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളിത് അഗ്രോസ് ജെല്ലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സൈസിൻ്റെ ബേസിൽ സെപ്പറേറ്റ് ചെയ്യും. ഇപ്പോൾ കാണുന്നില്ല, ഇപ്പോൾ ഡിഫറെൻറ്റ് സൈസിലുള്ള പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യും. പിന്നെ നെഗറ്റീവ് മോളിക്യൂൾസ് പോസിറ്റീവ് അതിൻ്റെ ചാർജിൻ്റെ ബേസിലും സെപ്പറേറ്റ് ചെയ്യും. So what are the materials required for agarose gel electrophoresis? The materials required for agarose gel electrophoresis are: first one, gel casting trays, which are available in a variety of sizes and should be made up of UV transparent plastic. The second components are sample combs, around which molten agarose is poured to create sample wells. Next, we require electrophoresis buffer, usually tris acetate EDTA buffer TAE or tris borate EDTA buffer TBE buffer is used. Next, we require a DNA ladder and sample to be separated. ഇപ്പോൾ അഗറോസ് ജെൽ എലക്ട്രോഫോറസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അപ്പോൾ ഈ ജെല്ല് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജെൽ കാസ്റ്റിംഗ് ട്രേ വേണം. അപ്പോൾ ഈ ജെൽ കാസ്റ്റിംഗ് ട്രേയിലേക്കാണ് നമ്മൾ അഗ്രോസ് ജെല്ല് ഒഴിച്ചിട്ട് അതിനെ സോളിഡിഫൈ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പെട്രി പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ന്യൂട്രൻ്റ് അഗാർ നമ്മൾ സോളിഡിഫൈ ചെയ്യൂലേ, അതേപോലെ തന്നെ ഈ അഗ്രോസ് ജെല്ല് ഒഴിച്ചിട്ട് നമ്മൾ സോളിഡിഫൈ ചെയ്യുന്നത് ജെൽ കാസ്റ്റിംഗ് ട്രേയിലാണ്. അപ്പോൾ ഈ ജെൽ കാസ്റ്റിംഗ് ട്രേയിൽ നമ്മൾ യൂഷ്വലി ഉണ്ടാക്കുന്നത് UV ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ്. അതായത് UV റേസ് കടന്നു പോകുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ജെൽ കാസ്റ്റിംഗ് ട്രേ ഉണ്ടാക്കുന്നത്. പിന്നെ കോമ്പ് അല്ലെങ്കിൽ സാമ്പിൾ കോമ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് കോമ്പ് വെച്ചിട്ടാണ് നമ്മൾ അഗ്രോസ് ഒഴിക്കുക. ഇപ്പോൾ മോൾട്ടൺ അഗ്രോസ് നമ്മൾ ജെൽ കാസ്റ്റിംഗ് ട്രേയിലേക്ക് ഒഴിക്കുമ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് വെക്കണം? കോമ്പ് വെക്കണം. അപ്പോൾ കോമ്പ് വെച്ചിട്ടാണ് നമ്മൾ ജെൽ കാസ്റ്റിംഗ് ട്രേയിലേക്ക് മോൾട്ടൺ അഗ്രോസ് ഒഴിക്കുക. അപ്പോൾ ഈ കോമ്പിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ സാമ്പിൾ ആഡ് ചെയ്യാനുള്ള വെൽസ് ഉണ്ടാക്കുക. അപ്പോൾ ഈ വെൽസിലേക്കാണ് നമ്മൾ സാമ്പിൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ഉപയോഗിക്കുന്ന ബഫർ എന്ന് പറയുന്നത് ട്രിസ് അസിറ്റേറ്റ് EDTA ബഫർ അല്ലെങ്കിൽ ട്രിസ് ബോറേറ്റ് EDTA ബഫറാണ് യൂസ് ചെയ്യുക. പിന്നെ ഒരു സ്റ്റാൻഡേർഡ്, അതായത് കമ്പാരിസണിന് വേണ്ടിയിട്ട്, അത് സൈസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു DNA ലാഡർ വേണം. പിന്നെ സാമ്പിളും വേണം. ഇപ്പോൾ 2 ബഫർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, TAE ബഫറും TBE ബഫറും. The migration rate of DNA fragments in both of this buffer is somewhat different due to the difference in ionic strength. ഇപ്പോൾ 2 ബഫറിലുള്ള സാമ്പിളിൻ്റെ മൂവ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അതിനുള്ള കാരണം 2 ബഫറിൻ്റെയും അയോണിക് സ്ട്രെങ്ത് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. സോ എ ലോഡിംഗ് ബഫർ വിച്ച് കണ്ടെയ്ൻസ് സംതിങ് ഡെൻസ് സച്ച് എസ് ഗ്ലിസറോൾ is to allow the sample to fall into the sample wells and 1 or 2 tracking dyes which migrate in gel and allow visual monitoring or how far the electrophoresis has proceeded. അപ്പോൾ സാമ്പിൾ നമ്മൾ വെല്ലിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ ആ സാമ്പിളിൽ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം?
ഒന്നാമത് ആ സാമ്പിളിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, ഒരു വിഷ്വലൈസിങ് ഡൈ ആഡ് ചെയ്യണം. ഒരു വിഷ്വലൈസിങ് ഡൈ ആഡ് ചെയ്യണം, അതായത് ഒരു വിഷ്വലൈസിങ് ഡൈ ആഡ് ചെയ്യണം. പിന്നെ അതിലേക്ക് ആ സാമ്പിൾ ആ വെല്ലിൻ്റെ അകത്തേക്ക് തന്നെ പോകാനായിട്ട് ഒരു ഗ്ലിസറോൾ ആഡ് ചെയ്യണം. ഇപ്പോൾ സാമ്പിൾ നമ്മൾ ഗ്ലിസറോൾ ഇല്ലാത്ത സാമ്പിളാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ സാമ്പിൾ ആഡ് ചെയ്യുമ്പോൾ ആ സാമ്പിൾ വെല്ലിലേക്ക് പോകാതെ എന്ത് ചെയ്യും, റൈസ് ചെയ്തിട്ട് ബഫറിലൂടെ അങ്ങ് പോകും. അപ്പോൾ സാമ്പിൾ നഷ്ടപ്പെടും. പക്ഷെ നമ്മൾ ഗ്ലിസറോൾ ആഡ് ചെയ്തിട്ടാണ് സാമ്പിൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ആ ഗ്ലിസറോൾ എന്ത് ചെയ്യും, നമ്മുടെ സാമ്പിളിനെ വെല്ലിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ വെല്ലിലേക്ക് സാമ്പിൾ പോകണമെങ്കിൽ നമ്മൾ ആ സാമ്പിളിൻ്റെ കൂടി ഗ്ലിസറോൾ ആഡ് ചെയ്യണം. അപ്പോൾ ഗ്ലിസറോളിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അതായത് സാമ്പിളിനെ കൂടുതൽ ഡെൻസ് ആക്കി കൺവേർട്ട് ചെയ്യും. അങ്ങനെ ആ സാമ്പിൾ വെല്ലിലേക്ക് പോകും. ഇല്ലെങ്കിൽ ഈ സാമ്പിൾ എന്താവും, ആ ബഫറിൽ അല്ലെങ്കിൽ ടി ഇ ബഫർ അല്ലെങ്കിൽ ടി ബി ബഫറിൽ ഡിസോൾവ് ചെയ്തിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഗ്ലിസറോൾ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സാമ്പിളിൻ്റെ ഡെൻസിറ്റി കൂട്ടിയിട്ട് ആ സാമ്പിൾ ആ വെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ട്രാക്കിംഗ് ഡൈ നമ്മൾ ആഡ് ചെയ്യും ഈ സാമ്പിളിലേക്ക്. ഇതാണ് ഒരു എലക്ട്രോഫോറസിൻ്റെ അഗ്രോസ് ജെൽ എലക്ട്രോഫോറസിൻ്റെ ചിത്രം. അപ്പോൾ അഗ്രോസ് ജെല്ല് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് വെല്ല് കാണാം. അപ്പോൾ വെല്ല് ഉണ്ടാക്കുന്നത് കോമ്പ് വെച്ചിട്ടാണ്. പിന്നെ സാമ്പിൾ നമ്മൾ ആഡ് ചെയ്യുക വെല്ലിലേക്കാണ്. പിന്നെ ഇലക്ട്രോഫോർട്ടിക് ബഫർ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അതായത് ഈ വെല്ല് അല്ലെങ്കിൽ ഈ ജെല്ല് എന്തിൽ ആണ് കിടക്കുന്നത്, ഈ ജെല്ല് ഈ ബഫറിൽ ഇങ്ങനെ മുങ്ങിയിട്ടാണ് കിടക്കുക. അതായത് അഗ്രോസ് ജെല്ല് ഉണ്ടാവും, അഗ്രോസ് ജെല്ലിന് വെല്ലുണ്ടാവും. ആ വെല്ല് നമ്മൾ ഉണ്ടാക്കിയത് കോമ്പ് കൊണ്ടാണ്. ആ വെല്ലിലേക്കാണ് നമ്മൾ സാമ്പിൾ ലോഡ് ചെയ്യുക. പിന്നെ ഒരു ബഫർ ഉണ്ടാവും, ടി എ ബഫർ അല്ലെങ്കിൽ ടി ബി ബഫർ. അത് നമ്മൾ ഈ ജെല്ലിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ ജെല്ല് ഈ ബഫറിൽ മുങ്ങിയിട്ടാണ് ഉണ്ടാകുക. പിന്നെ ഒരു കാഥോഡ് ഉണ്ടാവും, ഒരു ആനോഡ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് DNA ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ്. അപ്പം നമ്മളെ വെല്ലല്ല എപ്പോഴും വരേണ്ടത് കാഥോഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനലിൻ്റെ അടുത്താണ്. അപ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കല്ലേ DNA മൂവ് ചെയ്യുക. അപ്പോൾ കാഥോഡ് ടു ആനോഡാണ് DNA മൂവ് ചെയ്യുക. അപ്പോൾ കാഥോഡിൻ്റെ സ്ഥലത്ത് വേണം വെല്ല് വരാൻ. അതായത് സാമ്പിൾ ലോഡ് ചെയ്യേണ്ടത് എപ്പോഴും കാഥോഡിൻ്റെ സൈഡിലാണ്, DNA അല്ലെങ്കിൽ RNA ആണെങ്കിൽ, കാരണം അതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ കാഥോഡ് ടു ആനോഡാണ് മൂവ്മെൻറ്റ് നടന്നിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വെല്ല് എല്ലാപ്പോൾ കാഥോഡിൻ്റെ സൈഡിൽ വെക്കുന്നത്. അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും ഈ ജെല്ലിൻ്റെ അകത്ത്. അതാണ് ബാൻഡ്സിൻ്റെ ഫോമിലാണ് അത് ഉണ്ടാകുക. ഇതാണ് ഇലക്ട്രോഫോറസ് അപ്പാരറ്റസ്. നിങ്ങൾക്ക് കാണാം കോമ്പ്, ആ വെളുത്ത ചീർപ്പ് പോലത്തെ സാധനങ്ങളാണ് കോമ്പ് എന്ന് പറയുന്നത്, വെല്ലുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു പ്ലാസ്റ്റിക് ട്രേ പോലത്തെ ഒന്ന് കാണാം, അതാണ് ജെൽ കാസ്റ്റിംഗ് ട്രേ. ഇതിലാണ് നമ്മൾ അഗ്രോസ് ജെല്ല് ഒഴിക്കുക. പിന്നെ നമ്മുടെ ഇലക്ട്രോഫോർട്ടിക് ചേമ്പർ ഉണ്ടാവും, അതായത് ഇതിൻ്റെ അകത്താണ് നമ്മൾ ജെല്ലും ബഫറൊക്കെ ഒഴിച്ച് വെക്കുന്നത്. ആ നീല കളറിലുള്ള ആ സംഭവത്തിലാണ് നമ്മൾ എന്ത് ഒഴിക്കുന്നത്, ജെല്ല് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ബഫറൊക്കെ ഒഴിക്കുന്നത്. പിന്നെ രണ്ട് കളറുള്ള വയർ കാണാം, ഒന്ന് കാഥോഡ് ഒന്ന് ആനോഡായിരിക്കും. ഇത് കണക്ട് ചെയ്യുന്നത് ഒരു പവർ സോഴ്സിനോടാണ്. ആ പവർ സോഴ്സാണ് ആ സൈഡിൽ കാണുന്ന മെഷീൻ. നെക്സ്റ്റ് എത്തീഡിയം ബ്രോമൈഡാണ് നമ്മൾ അഗ്രോസ് ജെല്ലിലേക്ക് ആഡ് ചെയ്യേണ്ടത്. Ethidium bromide is a fluorescent dye used for staining nucleic acid. It is an intercalating agent which intercalates between nucleic acid bases, and it helps in the detection of the DNA fragments. When exposed to UV light, it will fluoresce with an orange color. After running of the DNA through an ETBR treated gel, any band containing more than 20 nanogram DNA becomes distinctly visible under UV light. And ethidium bromide is a non-mutagen. However, safer alternatives are available. So a trans illuminator or UV light box is used to visualize ethidium bromide stained DNA in the gel. അപ്പോൾ നമ്മൾ അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ചെയ്യുമ്പോൾ ആ ജെല്ലിലേക്ക് അഗ്രോസ് ജെല്ല് സെറ്റ് ആവുന്നതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ അഗ്രോസ് ജെല്ല് നമ്മൾ ഈ ട്രേയിലേക്ക് ഒഴിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ആ അഗ്രോസ് ജെല്ലിലേക്ക് എന്തൊഴിക്കും, അത് അഗ്രോസ് ജെല്ല് നമ്മൾ ട്രേയിലേക്ക് ഒഴിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ആ മെൽറ്റഡ് അഗ്രോസിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും, എത്തീഡിയം ബ്രോമൈഡ് ആഡ് ചെയ്യും. അപ്പോൾ എന്തിനാണ് എത്തീഡിയം ബ്രോമൈഡ് ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എത്തീഡിയം ബ്രോമൈഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂറസെൻറ്റ് ഡൈ ആണ്.
അത് ന്യൂക്ലിക് ആസിഡിനോട് പോയി ബൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡിനെ സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്ലൂറസെൻറ്റ് ഡൈ ആണ് എത്തീഡിയം ബ്രോമൈഡ് എന്ന് പറയുന്നത്. മാത്രമല്ല എത്തീഡിയം ബ്രോമൈഡ് ഒരു ഇൻ്റർകാലേറ്റിംഗ് ഏജൻ്റ് ആണ്, ഒരു മ്യൂട്ടാജനാണ്. ഇൻ്റർകാലേറ്റിംഗ് ഏജന്റ് എന്ന് വെച്ചാൽ എന്താ, അവർ DNA സ്വയം ഇൻസേർട്ട് ചെയ്യും, ബേസിൻ്റെ ഇടയിൽ പോയിട്ട് ഇൻസേർട്ട് ചെയ്യും. അങ്ങനെയാണ് അവർ ആ DNA സ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എത്തീഡിയം ബ്രോമൈഡ് ഉള്ള DNA നമ്മൾ UV ലൈറ്റിനോട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫ്ലൂറസെൻസ് കാണിക്കും. അതായത് ഓറഞ്ച് കളറിലാണ് ഈ ഫ്ലൂറസെൻസ് ഉണ്ടാകുക. അപ്പോൾ DNA നമ്മൾ എത്തീഡിയം ബ്രോമൈഡ് ഉള്ള ജെല്ലിലൂടെ റൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ആ ജെല്ല് എടുത്തിട്ട് നമ്മൾ ട്രാൻസ് ഇലുമിനേറ്ററിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ ട്രാൻസ് ഇലുമിനേറ്റർ എന്ന് പറയുന്നത് UV ലൈറ്റിൻ്റെ ഒരു സോഴ്സാണ് ട്രാൻസ് ഇലുമിനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എത്തീഡിയം ബ്രോമൈഡിലേക്ക് UV ലൈറ്റ് തട്ടുമ്പോൾ എന്ത് ചെയ്യും, എത്തീഡിയം ബ്രോമൈഡ് ഫ്ലൂറസെൻസ് കാണിക്കും. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത DNA ബാൻഡ്സിലൊക്കെ ആര് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും, എത്തീഡിയം ബ്രോമൈഡ് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സെപ്പറേറ്റ് ചെയ്ത DNA ബാൻഡ്സ് ഫ്ലൂറസെൻറ്റ് ഓറഞ്ച് കളറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എത്തീഡിയം ബ്രോമൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ന്യൂക്ലിക് ആസിഡിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു മ്യൂട്ടാജനാണ്, ഇൻ്റർകാലേറ്റിംഗ് ഏജൻ്റ് ആണ്. അപ്പോൾ അഗ്രോസ് ജെല്ല് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അഗ്രോസ് ഉരുക്കൂലേ, അഗ്രോസ് ഉരുക്കിയിട്ട് ഈ ട്രേയിലേക്ക് ഒഴിക്കുന്നതിൻ്റെ മുന്നേ അതിലേക്ക് എത്തീഡിയം ബ്രോമൈഡ് ആഡ് ചെയ്യണം. അപ്പോൾ എത്തീഡിയം ബ്രോമൈഡ് പോയിട്ട് ഈ സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റ്സിനോട് പോയി ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് UV ലൈറ്റിൻ്റെ അടിയിൽ, അതായത് ട്രാൻസ് ഇലുമിനേറ്ററിൻ്റെ മുകളിൽ വെച്ചിട്ട് UV ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇത് ഫ്ലൂറസെൻസ് ചെയ്യും. നെക്സ്റ്റ് കാസ്റ്റിംഗ് ഓഫ് ദി ജെൽ. എങ്ങനെയാണ് നമ്മൾ ജെല്ല് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. സോ ദി ജെൽ ഇസ് പ്രിപ്പയർ ബൈ ഡിസോൾവിങ് ദി അഗ്രോസ് പൗഡർ ഇൻ appropriate buffer such as TAE or TBE buffer, and the agarose is dispersed in the buffer before heating it on nearing boiling point, but avoid boiling. The melted agarose is allowed to cool sufficiently before pouring the solution into a cast, as the cast may warp or crack in agarose solution is too hot. A comb is placed in the cast to create wells for loading sample, and the gel should be completely set before use. The concentration of gel affects the resolution of DNA separation. For a standard agarose gel electrophoresis, a 0.8% gives good separation or resolution of large 5 to 10 kb DNA fragments, whereas 2% gel gives good resolution for small DNA fragments. അപ്പോൾ കാസ്റ്റിംഗ് ഓഫ് ജെല്ലാണ് അടുത്തത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജെല്ല് കാസ്റ്റ് ചെയ്യുക. ആദ്യം ഒരു കോണിക്കൽ, ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ആദ്യം ഒരു കോണിക്കൽ ഫ്ലാസ്ക് എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ അഗ്രോസിൻ്റെ പൗഡർ എടുക്കുക. ഈ അഗ്രോസിൻ്റെ പൗഡറിലേക്ക് നമ്മൾ കുറച്ച് TAE ബഫർ അല്ലെങ്കിൽ TBE ബഫർ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അഗ്രോസ് ഇപ്പോൾ പൗഡർ ഫോമിലാണുള്ളത്, അത് എന്തിലാണുള്ളത്, TAE ബഫർ അല്ലെങ്കിൽ TBE ബഫറിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അഗ്രോസിനെ നമ്മൾ മെൽറ്റ് ചെയ്യണം. അപ്പോൾ ഈ പൗഡറിനെ മെൽറ്റ് ചെയ്തിട്ട് നമ്മളതിനെ ഒരു ജെൽ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ അഗ്രോസിനെ ഒരു ഓവനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഓവനിൽ വെച്ചിട്ട് ചൂടാക്കും. അപ്പോൾ ഈ അഗ്രോസ് ഉരുക്കിയിട്ട് അതിൻ്റെ പൗഡർ ഫോമിൽ നിന്ന് ഉരുക്കിയിട്ട് അത് ജെൽ ഫോമിലേക്ക് മാറും. അപ്പോൾ ജെല്ല് കുറച്ച് തണിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ആ ട്രേയിലേക്ക്, കാസ്റ്റിംഗ് ട്രേയിലേക്ക് ഒഴിക്കാവൂ. അല്ലെങ്കിൽ എന്താവും, ആ കാസ്റ്റിംഗ് ട്രേ പൊട്ടും. കാരണം ചൂടുള്ള അഗ്രോസ് ഒഴിച്ച് കഴിഞ്ഞാൽ, അതായത് ചൂടുള്ള എന്ത് സാധനവും നമ്മൾ ഈ ട്രേയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ട്രേ പൊട്ടും. കാരണം ചൂട് താങ്ങാനാവാതെ ട്രേ പൊട്ടും. അപ്പോൾ കുറച്ച് തണിഞ്ഞതിന് ശേഷം മാത്രമേ ഈ അഗ്രോസ് ഒഴിക്കാൻ പാടുള്ളൂ. മാത്രമല്ല ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ അകത്ത് എത്തീഡിയം ബ്രോമൈഡ് ആഡ് ചെയ്യണം, എന്നിട്ടാണ് ഒഴിക്കുക. അപ്പോൾ ഒഴിക്കുമ്പോൾ നമ്മൾ എന്ത് വെച്ച് കൊടുക്കണം, വെല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ്പ് വെച്ച് കൊടുക്കണം. അപ്പോൾ കോമ്പ് വെച്ച് കൊടുത്തിട്ട് ആണ് നമ്മൾ എന്തൊഴിക്കുക, ഈ ഉരുക്കിയ അഗ്രോസ് നമ്മൾ ഒഴിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ അഗ്രോസ് സെറ്റാവും. അന്നേരം നമ്മൾ ആ കോമ്പ് വലിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, വെല്ലുണ്ടാവും. ഇപ്പോൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ, അഗ്രോസ് കോൺസെൻട്രേഷൻ 0.7% അല്ലെങ്കിൽ 0.8% ആണ് ഫോർ ലാർജ് DNA മോളിക്യൂള്. സ്മോൾ DNA മോളിക്യൂൾസിൻ്റെ സെപ്പറേഷൻ ആണെങ്കിൽ 2% അഗ്രോസ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുക. ഇതാണ് ജെല്ല് കാസ്റ്റ് ചെയ്യുന്ന ഫിഗർ. അപ്പോൾ എങ്ങനെയാണ് ജെല്ല് കാസ്റ്റ് ചെയ്യുക, ആദ്യം തന്നെ ഒരു കോണിക്കൽ ഫ്ലാസ്ക് എടുക്കുക, അതിൻ്റെ അകത്ത് കുറച്ച് അഗ്രോസ് പൗഡർ എടുക്കുക, അതിലേക്ക് കുറച്ച് TAE ബഫർ അല്ലെങ്കിൽ TBE ബഫർ ആഡ് ചെയ്യുക. അതിനുശേഷം ഈ അഗ്രോസ് ഓവനിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യുക. പൗഡർ ഫോമിൽ ജെൽ ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ ചൂടോടുകൂടി ഒഴിക്കാൻ പാടില്ല, കുറച്ച് തണിഞ്ഞതിന് ശേഷമാണ് ഈ ട്രേയിലേക്ക് ഒഴിക്കേണ്ടത്. ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ അകത്ത് എത്തീഡിയം ബ്രോമൈഡ് ആഡ് ചെയ്യും.
അപ്പോൾ അതിനുശേഷം നമ്മൾ ഒഴിക്കും. അപ്പോൾ ഒഴിക്കുന്ന നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒഴിക്കുമ്പോൾ നമ്മൾ കോമ്പ് വെച്ച് കൊടുക്കണം. അപ്പോൾ കോമ്പ് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഇവിടെ കോമ്പ് വെച്ച സ്ഥലത്താണ് സാമ്പിൾ ലോഡ് ചെയ്യാനുള്ള വെല്ല് വരിക. അപ്പോൾ അത് സെറ്റായതിനു ശേഷം കോമ്പ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ വെല്ലുണ്ടാവും. അപ്പോൾ അഗ്രോസിൻ്റെ കോൺസെൻട്രേഷൻ 2% യൂസ് ചെയ്യുന്നത് സ്മോൾ DNA സെപ്പറേഷനും 0.8% യൂസ് ചെയ്യുന്നത് ലാർജ് DNA സെപ്പറേഷന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ലോഡിംഗ് ഓഫ് സാമ്പിൾ. ഇപ്പോൾ ജെല്ലൊക്കെ റെഡി ആയി കഴിഞ്ഞു, ഇനി സാമ്പിൾ ലോഡ് ചെയ്യണം. Once the gel has set, the comb is removed, leaving wells where DNA samples can be loaded. The loading buffer is mixed with the DNA sample before the mixture is loaded into wells. The loading buffer contains a dense compound which may be glycerol, sucrose or ficol that raises the density of the sample so that the DNA sample may sink to the bottom of the well. If the DNA sample contains residual ethanol after this preparation, it may float out of the well. The loading buffer also includes colored dyes such as xylene, xylanol, bromophenol blue, etc. For monitoring the progress of the electrophoresis, the DNA samples are loaded using micropipette. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജെല്ലിലേക്ക് സാമ്പിൾ ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ജെല്ലിലേക്ക് സാമ്പിൾ ലോഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് സാമ്പിൾ നമ്മൾ എന്തിനോട് മിക്സ് ചെയ്യണം? ഒരു ലോഡിംഗ് ബഫറിൻ്റെ കൂടി മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം ജെല്ലിലേക്ക് ലോഡ് ചെയ്യാൻ. അപ്പോൾ ലോഡിംഗ് ബഫറിലുണ്ടാകുക ഈ സാമ്പിളിൻ്റെ ഡെൻസിറ്റി കൂട്ടുന്ന സംഭവങ്ങളാണ് ലോഡിംഗ് ബഫറിലുണ്ടാകുക. ലൈക്ക് ഗ്ലിസറോൾ, സൂക്രോസ് അല്ലെങ്കിൽ ഫിക്കോൾ പോലെ സാമ്പിളിൻ്റെ ഡെൻസിറ്റി കൂട്ടുന്ന കെമിക്കൽസാണ് ലോഡിംഗ് ബഫറിലുണ്ടാകുക. അപ്പോൾ ഈ ലോഡിംഗ് ബഫറും സാമ്പിളും മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു ലോഡിംഗ് ഡൈയും കൂടി ആഡ് ചെയ്യണം. ലോഡിംഗ് ഡൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രോമോഫിനോൾ ബ്ലൂ ആണ് ലാബിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഈ സെപ്പറേഷന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഒരു ലോഡിംഗ് ഡൈയും കൂടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ലോഡിംഗ് ബഫർ ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ലോഡിംഗ് ബഫറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ സാമ്പിളിൻ്റെ ഡെൻസിറ്റി കൂട്ടിയിട്ട് ആ സാമ്പിളിനെ വെല്ലിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകുക. ഇല്ലെങ്കിൽ ഈ സാമ്പിളിൽ സാമ്പിളിൽ എത്തനോളൊക്കെ ഉണ്ടെങ്കിൽ സാമ്പിൾ എന്ത് ചെയ്യും? അപ്പോൾ എത്തനോൾ വെച്ചിട്ടാണോ നമ്മൾ DNA പ്യൂരിഫൈ ചെയ്യുന്നത്, എന്നിട്ടാണല്ലോ എലക്ട്രോഫോർസ് ചെയ്യുന്നത്. അപ്പോൾ എത്തനോളൊക്കെ ഉണ്ടെങ്കിൽ ഈ സാമ്പിൾ അപ്പാട് പൊന്തിപ്പോവും, വെല്ലിൽ നിൽക്കില്ല. അപ്പോൾ ശരിയായ സെപ്പറേഷൻ കിട്ടൂല. അപ്പോൾ സാമ്പിൾ നമ്മൾ ലോഡ് ചെയ്യുക മൈക്രോ പിപ്പറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ മൈക്രോ പിപ്പറ്റ് വെച്ചിട്ടാണ് നമ്മളെ വെല്ലിലേക്ക് സാമ്പിൾ ലോഡ് ചെയ്യുക. അപ്പോൾ സാമ്പിൾ എങ്ങനെയാണ് ലോഡ് ചെയ്യാമെന്ന് ഒന്നുകൂടെയും പറയാം. അപ്പോൾ സാമ്പിൾ എടുക്കുക. സാമ്പിളിലേക്ക് 2 കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത് ലോഡിംഗ് ബഫർ, രണ്ടാമത്തേത് ലോഡിംഗ് ഡൈ. അപ്പോൾ ലോഡിംഗ് ബഫർ എന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സൂക്രോസോ അല്ലെങ്കിൽ ഗ്ലിസറോളോ ആയിരിക്കും. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പിളിൻ്റെ ഡെൻസിറ്റി കൂട്ടിയിട്ട് സാമ്പിളിനെ വെല്ലിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ സാമ്പിൾ പൊങ്ങിയിട്ട് സാമ്പിൾ നഷ്ടമാവും. പിന്നെ ലോഡിംഗ് ഡൈൻ്റെ ഫംഗ്ഷൻ എന്താണ്? അതായത് എലക്ട്രോഫോർസിൻ്റെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യുക. അതായത് ബാൻഡ് സെപ്പറേറ്റ് ചെയ്ത് വരുന്നത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ DNA ബാൻഡ് സെപ്പറേറ്റ് ചെയ്ത് വരുന്നത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഡിംഗ് ഡൈ യൂസ് ചെയ്യുന്നത്. യൂഷ്വലി യൂസ് ചെയ്യുന്ന ലോഡിംഗ് ഡൈ ബ്രോമോഫിനോൾ ബ്ലൂ ആണ്. പിന്നെ DNA നമ്മൾ ലോഡ് ചെയ്യുന്നത് മൈക്രോ പിപ്പറ്റ് വെച്ചിട്ടാണ്. നെക്സ്റ്റ് എലക്ട്രോഫോർസിസ്. അഗ്രോസ് ജെൽ എലക്ട്രോഫോർസിസ് ഇസ് ദി മോസ്റ്റ് കോമൺലി ഡൺ horizontally in a submarine mode where the slab gel is completely submerged in buffer during electrophoresis. For optimal resolution of DNA greater than 2 kb in size, 5 to 8 volt per centimeter is recommended, and voltage may also be limited by the fact that it heats the gel and may cause the gel to melt if it run at high voltage. Too high a voltage may also reduce the resolution as well as cause band streaking of the large DNA molecule. Too low a voltage may lead to broadening of the bands for small DNA fragments due to dispersion and diffusion. A DNA marker is also run together for the estimation of molecular weight of DNA fragment. നെക്സ്റ്റ് ആണ് എലക്ട്രോഫോർസിസ്. അപ്പോൾ എലക്ട്രോഫോർസിസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് എലക്ട്രോഫോർസ് ചെയ്യുക? ഈ അഗ്രോസ് ജെല്ല് എപ്പോഴും എന്തിൽ സബ്മേർജ് ചെയ്തിട്ടാണ് ഉണ്ടാകുക? ബഫറിൽ സബ്മേർജ് ചെയ്തിട്ടാണ് അഗ്രോസ് ജെല്ല് ഉണ്ടാകുക. അപ്പോൾ വോൾട്ടേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 5 to 8 വോൾട്ട് പെർ സെൻറ്റിമീറ്റർ ആണ് റെക്കമെൻഡ് ചെയ്ത വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ എന്താവും? ഈ
ബഫറിൻ്റെ, അതായത് ബഫറിൻ്റെ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ബഫർ ഹീറ്റ് ആവും. അതേപോലെ തന്നെ ആ ജെല്ല് ഉരുകും. നമ്മുടെ അഗ്രോസ് ജെല്ല് ഹീറ്റ് തട്ടിയാൽ ഉരുകും. ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. മാത്രമല്ല വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ റെസൊല്യൂഷൻ കുറയും. അതേസമയം വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ DNA ബാൻഡില്ല, സെപ്പറേറ്റ് ചെയ്ത DNA ബാൻഡ്സ് ബ്രോഡൻ ആവും. അതായത് അത് ആ ബാൻഡ് വലുതായിട്ട് വരും, അല്ലെങ്കിൽ ബ്രോഡായിട്ട് വരും. അപ്പോൾ അതാണ് വോൾട്ടേജ് കുറഞ്ഞാലുള്ള പ്രശ്നം. ഇപ്പോൾ 5 to 8 വോൾട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. പിന്നെ DNA മാർക്കർ, അതായത് സാമ്പിൾ റണ്ണ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു വെല്ലിൽ എന്ത് ലോഡ് ചെയ്തിട്ടുണ്ടാവും? DNA ലാഡർ അല്ലെങ്കിൽ DNA മാർക്കർ ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ മാർക്കറും സൈസിൻ്റെ ബേസിൽ സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ മാർക്കർ വെച്ചിട്ടാണ് നമ്മുടെ ബാൻഡിൻ്റെ സൈസ് പറയുന്നത്, അല്ലെങ്കിൽ മോളിക്കുലർ വെയിറ്റ് പറയാം. നെക്സ്റ്റ്, വിഷ്വലൈസേഷൻ ഓഫ് സ്റ്റെയിനിങ്. DNA ആസ് വെൽ ആസ് RNA is normally visualized by staining with ethidium bromide, which intercalates into the major groups of DNA and fluorescence under UV light. The ethidium bromide may be added to agarose solution before it gels, or DNA gel may be stained after electrophoresis. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ബാൻഡ്സ് വിഷ്വലൈസ് ചെയ്യുക? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിഡിയം ബ്രോമൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്തിഡിയം ബ്രോമൈഡ് നമ്മൾ ആദ്യമേ അഗ്രോസ് ജെല്ല് കാസ്റ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എത്തിഡിയം ബ്രോമൈഡ് ഇൻ്റർകാലേറ്റിംഗ് ഏജൻസ് ആണ്. അത് DNA ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് DNAയിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ UV ലൈറ്റിൻ്റെ അടിയിൽ എത്തിഡിയം ബ്രോമൈഡ് ഫ്ലൂറസ് ചെയ്യും. അത് നമുക്ക് ആ ജെല്ലിൽ കാണാൻ പറ്റും. അപ്പോൾ വേറെ പല സ്ട്രെയിൻസും യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് SYBR ഗ്രീന്, ജെൽ റെഡ്, മെത്തിലിൻ ബ്ലൂ, ബ്രില്യൻ ക്രിസൽ ബ്ലൂ, നാൻ ബൈസൾഫേറ്റ് എക്സെട്ര. അപ്പം അങ്ങനെ പല ജെൽസും ഇതും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്തിഡിയം ബ്രോമൈഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ UV ട്രാൻസ്ഇലുമിനേറ്റർ വെച്ചിട്ടാണ് നമ്മൾ വ്യൂ ചെയ്യുക. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻസ് ഓഫ് അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്താണ്? എസ്റ്റിമേഷൻ ഓഫ് സൈസ് ഓഫ് DNA മോളിക്യൂൾസ്. അപ്പോൾ DNA സൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ PCR പ്രോഡക്റ്റിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അത് ലൈക്ക് മോളിക്കുലർ ജെനറ്റിക് ഡയഗ്നോസിസ്, ജെനറ്റിക് ഫിംഗർ പ്രിൻറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യും. അതായത് PCR കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻ കഴിഞ്ഞ DNA പിന്നെ സെപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ ബയോകെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, മോളിക്കുലർ ബയോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ക്ലിനിക്കൽ കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ DNA പ്രോട്ടീൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബയോമോളിക്യൂൾസിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസ് കഴിഞ്ഞു. നെക്സ്റ്റ്